ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി കേരളയുടെ ന്യൂ സിലബസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണോ ഈ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3 CH2 CH3 CH3. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നീളം കൂടിയ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. മെയിൻ ചെയിൻ, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്നതാണ് മെയിൻ ചെയിൻ. അപ്പോൾ ഒരു CH3 തുടങ്ങി അടുത്ത CH3 അവസാനിക്കുന്നതാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? 1 2 3 4. അപ്പോൾ കാർബൺ ആറ്റങ്ങൾ വരുന്ന ഏറ്റവും നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. ഇനി ശാഖ, അതിൽ വരുന്ന ശാഖ ഏതാണ്? CH3 ആണ് അല്ലേ? മെയിൻ ചെയിനിൽ വരാത്തവയാണ് നമ്മൾ ശാഖ എന്ന് പറയുന്നത്. അതെന്താ? CH3. അപ്പം അതിൻ്റെ പേരെന്താണ്? മീഥൈൽ. ഇനി ശാഖയുടെ നമ്പർ, പൊസിഷനാണ് നമുക്ക്, സ്ഥാനമാണ് നമുക്ക് ഇടേണ്ടത്. ഇവിടുന്ന് എണ്ണുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് ഇടത്തു നിന്ന് എണ്ണുമ്പോൾ 3-ാം സ്ഥാനമാണ് ശാഖയ്ക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ റൈറ്റിൽ നിന്നും വലത്തു നിന്നും എണ്ണി നോക്കുന്നു. അപ്പോൾ 1 2 3 4. അപ്പോൾ കുറഞ്ഞ സ്ഥാനസംഖ്യ വരുമ്പോൾ ഏതാണ്? രണ്ടാമത്തെ. അപ്പോൾ ശാഖയുടെ സ്ഥാനം എന്താണ്? 2. ഇനി നെയിം, അപ്പോൾ എങ്ങനെ വരും? ശാഖയുടെ സ്ഥാനം 2, അക്കങ്ങളുമായിട്ട് വേർതിരിക്കുക, ഒരു ഐഫൺ ഇടുക. ഇനി മീഥൈൽ, ശാഖയുടെ പേര് മീഥൈൽ. മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റമാണ് ലോങ് ചെയിനിലുള്ള, നീളം കൂടിയ ചെയിനിലുള്ളത്? 4 കാർബൺ ആറ്റമാണ്. അപ്പോൾ എന്താ? ബ്യൂട്ടെയിൻ എന്ന് വരും. ബ്യൂട്ടെയിൻ. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ബ്യൂട്ടെയിൻ, ANE, ബ്യൂട്ടെയിൻ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ നെയിം എങ്ങനെ? 2-മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് വരും. അടുത്തത് നോക്കാം. ഇവിടെ ലോങ്ങസ്റ്റ് ചെയിൻ എത്ര കാർബൺ ആറ്റങ്ങൾ വരുന്നതാണെന്ന് നോക്കാം. ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3 4 5 5 വരുന്ന ഒരു നീളമുള്ള ചെയിനുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് എണ്ണുവാണെങ്കിൽ 1 2 3 4 5 6 വരുന്ന ഒരു നീളം കൂടിയ ചെയിനും ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ ഏത് വേണം? 5ഉം 6ഉം വരുവാണെങ്കിൽ ഏതാ എടുക്കേണ്ടത്? 6 വരുന്ന, എണ്ണം കൂടുതൽ വരുന്ന കാർബൺ ആറ്റങ്ങളുടെ ചെയിൻ വേണം നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എണ്ണി തുടങ്ങാം. 1 2 3 4 5 6. നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഇനി ശാഖയുടെ പേരെന്താണ്? ശാഖയുടെ പേര് മീഥൈൽ എന്ന് തന്നെയാണ്. മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എത്രാമത്തെ പൊസിഷനില്ല? 3-ാമത്തെ പൊസിഷൻ അല്ലേ? 1 2 3-ാമത്തെ പൊസിഷനിലാണ് ശാഖ ഇരിക്കുന്നത്, ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ ശാഖയുടെ സ്ഥാനം, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്രയാണ്? 3-ാമത്. ഇത് സംശയം വരും, ഇവിടുന്ന് എണ്ണാം. അപ്പോൾ എത്രാമത്തെ? 4-ാമത്തെ സ്ഥാനമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന. കുറഞ്ഞ സംഖ്യാസ്ഥാനം വേണം ആർക്ക് കൊടുക്കാൻ? ശാഖയ്ക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണുമുള്ള 3-ാം സ്ഥാനമാണ് നമ്മൾ ശാഖയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ 3-ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് മീഥൈൽ ഇരിക്കുന്നത്. 3-മീഥൈൽ. നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്? 6 കാർബൺ ആറ്റം വരുമ്പോൾ ഹെക്സ്. അപ്പോൾ ഹെക്സെയിൻ എന്ന് വരും. 3-മീഥൈൽ ഹെക്സെയിൻ. 3-മീഥൈൽ ഹെക്സെയിൻ എന്നാണ് നെയിം വരുന്നത്. മനസ്സിലായോ ചെയ്യുന്നത്? 3-മീഥൈൽ ഹെക്സെയിൻ. 3-മീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. അപ്പോൾ അടുത്തത് നോക്കാം. നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 2 3 4 5. താഴോട്ട് എണ്ണിയാലും 1 2 3 4 5. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ തന്നെ കൺസിഡർ ചെയ്യാം. 1 2 3 4 5. ഓക്കെ. അപ്പോൾ ബ്രാഞ്ചിൽ 2 കാർബൺ ആറ്റം വരുന്ന CH2 CH3 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നീളം കൂടിയ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ ശാഖയുടെ പേര്, നെയിം ഓഫ് ബ്രാഞ്ച് എന്താണ്? ഈഥൈൽ എന്നാണ്. എന്താണ് വരുന്നത്? ഈഥൈൽ എന്നാണ്. 2 കാർബൺ ആറ്റമുള്ള ശാഖയാണ്, ബ്രാഞ്ചാണ്. അപ്പോൾ എന്താ വരുന്നത്? ഈഥൈൽ. അങ്ങനെയാണെങ്കിൽ ശാഖ എത്രാമത്തെ പൊസിഷനിലാണ്? സ്ഥാനം എന്താണ്? 3-ാമത്തെ പൊസിഷനിലാണല്ലേ? 3-ാമത്തെ പൊസിഷൻ. അപ്പോൾ നെയിം എങ്ങനെ വരും? 3-ഈഥൈൽ
പെൻറ്റേൻ, 3-ethyl pentane എന്ന് നെയിം വരും. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും? ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കൈനുകളുടെ നാമകരണം. ഒന്നിലധികം ബ്രാഞ്ചുകൾ അടങ്ങിയ ആൽക്കൈൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെ ആയിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നിലധികം ശാഖകൾ ഉള്ളപ്പോൾ നമ്മൾ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ശാഖകളുടെ കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ, ബ്രാഞ്ചുകൾക്ക് അല്ലെങ്കിൽ ശാഖയ്ക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ ഇടത്തു നിന്നോ അല്ലെങ്കിൽ വലത്തു നിന്നോ നമ്പർ ചെയ്യും. ലെഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്നോ നമ്പർ ചെയ്ത് തുടങ്ങും. അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് നമ്പർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ നോക്കും എത്രാമത്തെ നമ്പറിലാണ് ശാഖ വരുന്നതെന്ന്. അതേപോലെ ഇനി റൈറ്റിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ അവിടെയും നോക്കും എത്രാമത്തെ സ്ഥാനത്താണ് ആ 2 ശാഖകളും വരുന്നതെന്ന് നോക്കും. അപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലത്ത് നിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ടും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ശരിയായ നമ്പർ ചെയ്ത രീതി എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വലത്ത് നിന്ന് ഇടത്തോട്ടും അതുപോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ടും നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ചെയിനിൽ 6 കാർബൺ ആറ്റമാണ് വരുന്നത്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ശാഖകളുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ഉം 4ലുമാണ് നമ്മുടെ ശാഖകൾ ഇരിക്കുന്നത്. മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് 2ഉം 4ഉം സ്ഥാനത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ 3ലും 5ലുമാണ് നമ്മുടെ ബ്രാഞ്ചസ് ശാഖകൾ ഇരിക്കുന്നത്. മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് 3ലും 5ലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ശാഖകൾക്ക് എപ്പോഴും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതി വേണം നമ്പർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കുന്നത്? 2ഉം 4ഉമാണ്. ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്ത രീതിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം അവിടെ ബ്രാഞ്ചുകൾക്ക് 2ാം സ്ഥാനവും 4ാം സ്ഥാനവുമാണ് വരുന്നത്. കുറഞ്ഞ സ്ഥാനസംഖ്യയാണ് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളത് ഇടത്തു നിന്ന് വലത്തോട്ടുള്ള നമ്പറിംഗ് ആണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രാമതാണ്? 2ാം സ്ഥാനത്താണ്. അപ്പോൾ ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. ഇനി ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒരേ ശാഖ തന്നെ ഒന്നിലധികം തവണ വരുവാണെങ്കിൽ നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ, ഇപ്പോൾ ഈ ഒരു ചെയിൻ നോക്കുവാണെങ്കിൽ ഇതിൽ 2 ഒരുപോലത്തെ ശാഖകളുണ്ട് അല്ലേ? മീഥൈൽ ഗ്രൂപ്പ് 2 എണ്ണമാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഡൈ ചേർക്കും, ഡൈ. ഇനിയും 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിന് ട്രൈ ചേർത്തായിരിക്കും മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ട്രൈ ചെയ്തായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ടെട്ര ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഒരേ ഗ്രൂപ്പ് തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ ആയിരിക്കും 2 എണ്ണത്തിന് ചേർക്കുന്നത്, 3 എണ്ണത്തിന് ട്രൈ ആയിരിക്കും ചേർക്കുന്നത്, 4 എണ്ണത്തിന് ടെട്ര ആയിരിക്കും ചേർക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാനസംഖ്യകളുടെ പൊസിഷൻ ഒന്നിൽ കൂടുതൽ ശാഖകളുണ്ടെങ്കിൽ നമ്മൾ കോമ ഉപയോഗിച്ച് അവരെ സെപ്പറേറ്റ് ചെയ്തായിരിക്കും എഴുതുന്നത്. ഇതുപോലെ 2,4 അങ്ങനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ചായിരിക്കും ഓരോ ശാഖകളുടെ സ്ഥാനസംഖ്യ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയിമിങ് എങ്ങനെ വരും? അപ്പോൾ 2, 4 2ലും 4ലും, അപ്പോൾ 2,4. അപ്പോൾ 2 ഒരുപോലത്തെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? ഡൈമീഥൈൽ 6 എണ്ണമാണ് ഹെക്സൈൻ എന്ന് വരും. ഹെക്സൈൻ നെയിമിങ് 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ശാഖയുണ്ടെങ്കിൽ നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇത് നെയിം ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം നമുക്ക്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നതിൽ എങ്ങനെയാണ് IUPAC നാമം ചെയ്യുന്നതെന്ന്, IUPAC നെയിമിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ 7 കാർബൺ ആറ്റം വരുന്നതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്, ഇടത്ത് നിന്ന് വലത്തോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്, വലത്ത് നിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിലും 2 ശാഖകളാണ്, അത് മീഥൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി മെയിൻ ചെയിൻ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ഇവിടെ. ശാഖകളുടെ എണ്ണം 2 ശാഖകളാണ്, 2 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്, 2 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നെയിം ഓഫ് ബ്രാഞ്ചസ്, ശാഖയുടെ പേര്, ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീഥൈൽ. എന്താണ്? മീഥൈലാണ്. CH3 വരുവാണെങ്കിൽ മീഥൈൽ, CH2 CH3 വരുവാണെങ്കിൽ ഈഥൈൽ, അതുപോലെ തന്നെ CH2 CH2 CH3 വരുവാണെങ്കിൽ 3 കാർബൺ ആറ്റം വരുവാണെങ്കിൽ പ്രൊപ്പൈലായിരിക്കും ആ ശാഖയുടെ പേര് അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ നെയിം. ഇനി ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത്, ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശാഖ ഇതാണ്. ഇതിൻ്റെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശാഖ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ശരിയായ നമ്പർ ചെയ്ത രീതി ഏതാണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുന്നതാണ് ശരിയായ നമ്പർ ചെയ്ത രീതി. കാരണം എന്താണ്? നമ്മൾ പഠിച്ചു, എപ്പോഴും നമ്മുടെ ബ്രാഞ്ചിന് കുറഞ്ഞ ലോവർ നമ്പർ വരുന്ന രീതി വേണം നമ്മൾ നമ്പർ ചെയ്യുവാൻ. അപ്പോൾ നമ്മൾ എടുക്കുക റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ ശാഖയുടെ ശരിയായ സ്ഥാനസംഖ്യകൾ, കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? 2, 5, 2, 5 ആണ് നമ്മുടെ ശാഖകൾ ഇരിക്കുന്നത്. ശാഖയുടെ പേര്, ബ്രാഞ്ചിൻ്റെ നെയിം മീഥൈൽ നിന്നാണ്. അപ്പോൾ IUPAC നെയിം വരുന്നത് 2,5 2,5 2 CH3 ഉണ്ടായിട്ട് നമ്മൾ പഠിച്ച ഒരേപോലത്തെ ശാഖകൾ നമ്മുടെ ചെയിനിലുണ്ടെങ്കിൽ നമ്മൾ ഡൈ ചേർക്കും. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ എന്ന് വരും. 25 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്നാണ് ഈ ഒരു സംയുക്തത്തിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനയൊക്കെ സ്ട്രക്ചറൽ ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ IUPAC നാമം എഴുതാം. അപ്പോൾ ഇതിനകത്ത് 2 CH3 ഗ്രൂപ്പ് ബ്രാഞ്ചുകളായി, ശാഖകളായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം അവരെ നമ്പർ ചെയ്യാം. ഏറ്റവും നീളം കൂടിയ കാർബണാറ്റങ്ങൾ അടങ്ങിയ ചെയിൻ ഏതാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഇടത്ത് നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്യണം. അപ്പോൾ 1 2 3 4 5 1 2 3 4 5. അപ്പോൾ നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ടും അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മൾ നമ്പർ ചെയ്തു. 2 രീതിയിലും നമ്മൾ നമ്പർ ചെയ്തപ്പോഴും നമ്മുടെ CH3 ഗ്രൂപ്പ്, നമ്മുടെ ശാഖയ്ക്ക് 2ഉം 4ഉം തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തപ്പോഴും അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തപ്പോഴും നമ്മുടെ ബ്രാഞ്ചസിന് പൊസിഷൻ എന്ന് പറയുന്നത് 2ലും 4ലാണ്. അപ്പം നമ്മുടെ നെയിം എങ്ങനെ വരും? ഇവിടെ CH3 ഗ്രൂപ്പാണ്, അപ്പോൾ മീഥൈൽ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്, ബ്രാഞ്ചിൻ്റെ ശാഖയുടെ പേര് വരുന്നത്. ഇവിടെ 2 CH3 ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഡൈ മീഥൈൽ എന്ന് ചേർക്കും. പിന്നെ കാർബൺ ചെയിനിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 5 കാർബണാറ്റം ഉണ്ട്, അപ്പോൾ പെൻറ്റാണ്. ഇനി കാർബണാറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട്, ഏകബന്ധനാണ്, അപ്പോൾ A എന്നാണ് വരുന്നത്. അപ്പോൾ 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ. ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് വരും. മീഥൈൽ പെൻറ്റേൻ. ഇതാണ് ഈ ഒരു സംയുക്തത്തിൻ്റെ IUPAC നെയിം, IUPAC നാമകരണം വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്, നമ്മുടെ നീളം കൂടിയ കാർബൺ ചെയിനിന്
ഇടത്തു നിന്നും വലത്തോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യുമ്പോൾ ആദ്യ ശാഖ ഉൾപ്പെടുന്ന ഫസ്റ്റ് നമ്മുടെ ബ്രാഞ്ച് ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് രണ്ട് ദിശയിലും രണ്ട് സൈഡിലോട്ടും നമ്മൾ എണ്ണുമ്പോൾ ഒരേ സ്ഥാനസംഖ്യകളാണ് വരുന്നതെങ്കിൽ ഒരേ പൊസിഷൻ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ശാഖയായിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ നൽകുവാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ താഴത്തെ ഇതൊന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ബ്രാഞ്ചായ CH3ക്ക് രണ്ടാമത്തെ പൊസിഷനാണ്. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ബ്രാഞ്ച്, ആദ്യത്തെ ശാഖ. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്മൾ നമ്പർ ചെയ്യുമ്പോഴും ഇവിടുത്തെ ആദ്യത്തെ ശാഖ എന്ന് പറയുന്നത് CH3 ആണ്. അവിടെ എത്രാമത്തെ പൊസിഷനിലാണ് CH3 ഇരിക്കുന്നത്? രണ്ടാം പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനിയും അവിടെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിങ് വെച്ച് നമുക്ക് അതിനെ നമ്പർ ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആരെ കൺസിഡർ ചെയ്യും? നമ്മുടെ രണ്ടാമത്തെ രണ്ട് രീതിയിലും നമ്പർ ചെയ്യുമ്പോഴുള്ള രണ്ടാമത്തെ ശാഖയെ കൺസിഡർ ചെയ്യും. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ശാഖ നാലാമത്തെ പൊസിഷനിലാണ് വരുന്നത് അല്ലേ? നാലാമത്തെ പൊസിഷനിലാണ് വരുന്നത്. ഇനി വലത്ത് നിന്ന് ഇടത്തിലോട്ടാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ശാഖ മൂന്നാമത്തെ പൊസിഷനിലുമാണ് വരുന്നത്. അപ്പോൾ ഒരേപോലത്തെ നമ്പർ രണ്ട് സൈഡിൽ എണ്ണുമ്പോൾ ആദ്യത്തെ ശാഖയ്ക്ക് വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ശാഖയുടെ നമ്പറിങ് രണ്ട് സൈഡിലും ഉള്ളത് കൺസിഡർ ചെയ്താണ് നമ്മൾ നെയിമിങ് എഴുതുന്നത്. അതും എപ്പോഴും എന്തായിരിക്കണം? കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ നൽകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതായിരിക്കും എടുക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള നമ്പറിങ് രീതിയായിരിക്കും എടുക്കുന്നത്. കാരണം ഇവിടെ CH3 മൂന്നാമതാണ്, ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ ശാഖ നാലാമത്തെ പൊസിഷനിലാണ്. ഇപ്പോൾ മുഖ്യ ചെയിനിൽ കാർബണാറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ മെയിൻ ചെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. എത്രയാണ്? 6. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചെയിനിൽ ഇവയെ ഉൾപ്പെടാത്ത 3 ശാഖകളാണുള്ളത്. അപ്പോൾ ശാഖകളുടെ എണ്ണം എത്രയാണ്? 3 ബ്രാഞ്ചസ് ആണുള്ളത്. ബ്രാഞ്ചിൻ്റെ നെയിം എന്താണ്? CH3 ആണ്. അപ്പോൾ മീഥൈലാണ്. മീഥൈൽ. ഇനി ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രാമതാണ്? രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും എന്താണ്? രണ്ടാമത്തെ പൊസിഷനിലാണ് രണ്ടും ഇരിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ, അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ശാഖ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ്? ഏത് രീതി നമ്പർ ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്? വെൻ ഡസ് ദി സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് ലോവർ പൊസിഷൻ നമ്പർ. അപ്പോൾ എവിടെ നിന്നാണ്? വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ചിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്? വലത്തിൽ നിന്ന് ഇടത്തോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള നമ്പറിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ ഏതൊക്കെയാണ്? 2 2, 3 അപ്പോൾ 3, പിന്നെ 5 2, 3, 5. ഏതിലൊക്കെയാണ്? 2, 3, 5. അങ്ങനെയാണ് നെയിം എന്താ വരും? ഇവിടെ 3 CH3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 2, 3, 5 അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ നെയിം എഴുതുന്നത്? 2, 3, 5 ഹൈഫൻ ട്രൈമീഥൈൽ. 3 ഉണ്ടായിട്ട് ട്രൈമീഥൈൽ. 6 കാർബണാറ്റങ്ങൾ വരുന്ന മുഖ്യ ചെയിനാണ്, മെയിൻ ചെയിനാണ്. അപ്പോൾ ഹെക്സെയിൻ. എന്താണ്? ഹെക്സെയിൻ. 2, 3, 5 ഹൈഫൻ ട്രൈമീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഈ ഒരു സംയുക്തത്തിൻ്റെ നെയിം വരുന്നത്. അടുത്തൊരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ഇനം ശാഖകൾ ഒന്നിലധികം വന്നാൽ നമ്മൾ അവയുടെ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതണം. ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡൻറ്റിക്കൽ, 2 ഒരുപോലത്തെ ബ്രാഞ്ചസ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ നമ്പർ, അവരുടെ സ്ഥാനസംഖ്യകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതണം, ആവർത്തിച്ച് എഴുതണം. ഇവിടെ നോക്കൂ, ഇവിടെ മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം വരുന്നത്. 1, 2, 3. നമ്മൾ നേരെ എണ്ണിയാലും മുകളിൽ നിന്ന് താഴോട്ട് എണ്ണിയാലും 1, 2, 3. എങ്ങനെ എണ്ണിയാലും മുഖ്യ ചെയിനിൽ, പ്രധാന ചെയിനിൽ, മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്.
ഓക്കെ, ശാഖകളുടെ എണ്ണം അങ്ങനെ വരുമ്പോൾ 2 ശാഖകളാണ് ഉള്ളത്. എത്ര ശാഖകളുണ്ട്? 2 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. 2 ശാഖകളുണ്ട്. ആ 2 ശാഖകളും ഐഡൻറ്റിക്കൽ അല്ലേ? ഒരേ ഇനം ശാഖകളല്ലേ? ആന്നു, മീഥൈലാണ്. ഇനി ശാഖയുടെ പേര് മീഥൈലാണ്. ശാഖ ഏതാണ്? മീഥൈലാണ്. മീഥൈലാണ് ബ്രാഞ്ച്. മീഥൈൽ. ഇനി ശാഖകളുടെ സ്ഥാനസംഖ്യകൾ, പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ച് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? 2ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? 2 ബ്രാഞ്ചും CH3 CH3 ആ 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ചും ഒരേ ഇനം ശാഖകളും 2ാമത്തെ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് വരുന്നത്? 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ആ 2 ബ്രാഞ്ചസും വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരുടെ ഓരോ ബ്രാഞ്ചിനും പ്രത്യേകം സ്ഥാനസംഖ്യ കൊടുക്കണം. അതുകൊണ്ട് CH3 രണ്ടും ഒരേ ഇതിലാന്ന് പറഞ്ഞുകൊണ്ട് 2 ഒരു വട്ടം മാത്രമല്ല എഴുതേണ്ടത്. 2 ബ്രാഞ്ച് ഒരേ കാർബണിലായതുകൊണ്ട് 2,2 എന്ന് തന്നെ എഴുതണം. അല്ലാതെ 2- ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ 2,2- ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് തന്നെ എഴുതണം. 2,2- ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് തന്നെ ആയിരിക്കണം ഇതിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരേ ഇനം ശാഖകൾ ഒരു കാർബണിൽ വരുവാണെങ്കിൽ ആ പൊസിഷൻ നമ്പർ 2 വട്ടം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ആവർത്തിച്ച് എഴുതണം. അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ 2 എണ്ണം ഉള്ളതായതുകൊണ്ട് നമ്മൾ ഡൈ എന്ന് ചേർക്കാനും മറന്നു പോകരുത്. അപ്പോൾ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഈ കാര്യം നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ ശാഖകൾ വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അടുത്ത ഇനി IUPAC നാമം തന്നാൽ എങ്ങനെ ഘടനവാക്യം എഴുതാം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ. അപ്പോൾ താങ്ക് യു.